ഹലോ അസ്സാം വലൈക്കും ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ഇവാലുവേഷൻ ഷീറ്റ് വെക്കണം, പിന്നെ ഫ്രണ്ട് പേജ് വെക്കണം, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വെക്കണം, പിന്നെയാണ് ആൻസർ എഴുതി തുടങ്ങേണ്ടത്. അപ്പോൾ മിക്ക ആൾക്കാർക്കും ഇപ്പോൾ ഇവാലുവേഷൻ ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് അറിയില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന ഫസ്റ്റത്തെ ഇവാലുവേഷൻ ഷീറ്റ്. ഇത് നമുക്ക് ഗൂഗിൾ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് എൻറോൾമെൻറ്റ് നമ്പറിൻ്റെ അടുത്ത് നമുക്കൊരു എൻറോൾമെൻറ്റ് നമ്പർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ആ എൻറോൾമെൻറ്റ് നമ്പർ നമ്മളവിടെ എഴുതി കൊടുക്കാം. പിന്നെ താഴെ സ്റ്റുഡൻറ്റ് നെയിമിൻ്റെ അടുത്ത് നമ്മളെ പേര് എഴുതി കൊടുക്കുക. പ്രോഗ്രാമിൻ്റെ അടുത്ത് ഒരു ലൈൻ ഉണ്ട്, പക്ഷേ ഇതിൽ ക്ലിയർ അല്ല. പ്രോഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ കറക്റ്റ് പ്രോഗ്രാം എഴുതി കൊടുക്കുക. ഇപ്പോൾ MCOM ആണെങ്കിൽ MCOM, BCOM ആണെങ്കിൽ BCOM, എന്താണ് പ്രോഗ്രാം എന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കാം. എന്നിട്ടാണ് സ്റ്റുഡൻറ്റ് നെയിം എഴുതേണ്ടത്. പിന്നെ കോഴ്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റാണ് ഉദ്ദേശിക്കുന്നത്, ഏതാണോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റ് എഴുതി കൊടുക്കുക. പിന്നെ സ്റ്റഡി സെൻറ്റർ കോഡ്, നമുക്ക് ഓരോരോ ആൾക്ക് ഓരോ സ്റ്റഡി സെൻറ്റർ ആയിരിക്കുമല്ലോ, ഇപ്പോൾ നമ്മൾ ആ സ്റ്റഡി സെൻറ്റർ കോഡ് എഴുതി കൊടുക്കുക. അസൈൻമെൻറ്റ് നമ്പർ 1 ആണെങ്കിൽ 1 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവാലുവേഷൻ ഷീറ്റിൽ നമ്മൾ ജസ്റ്റ് എഴുതി കൊടുക്കേണ്ടത്. ഇപ്പോൾ കോഴ്സ് അല്ലെങ്കിൽ കോഴ്സ് കോഡ് എന്നായിരിക്കും, ചിലപ്പോൾ പ്രോഗ്രാം കോഡ് എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പ്രോഗ്രാം കോഡ് എഴുതി കൊടുക്കുക. കോഴ്സ് കോഡിൻ്റെ അടുത്ത് കോഴ്സ് കോഡ്, അതായത് സബ്ജക്റ്റ് കോഡ്, ഓരോ സബ്ജക്റ്റിനും ഓരോ കോഡ് ഉണ്ടാവുമല്ലോ, അത് അങ്ങനെ എഴുതി കൊടുക്കാം. പിന്നെ വരുന്നത് ഫ്രണ്ട് പേജിൽ എൻറോൾമെൻറ്റ് നമ്പറിൻ്റെ അടുത്ത് എൻറോൾമെൻറ്റ് നമ്പർ എഴുതി കൊടുക്കുക. നെയിം, നമ്മളെ പേര് എഴുതി കൊടുക്കുക. അഡ്രസ്സിൻ്റെ അടുത്ത് അഡ്രസ്സ് എഴുതി കൊടുക്കുക. പ്രോഗ്രാം ടൈറ്റിലിൻ്റെ അടുത്ത് BCOM ആണെങ്കിൽ BCOM, MCOM ആണെങ്കിൽ MCOM, ഏതാണോ പ്രോഗ്രാം അത് എഴുതി കൊടുക്കാം. പിന്നെ കോഴ്സ് ടൈറ്റിൽ എന്ന് പറയുന്നത്, നമ്മൾ ഓരോരോ സബ്ജക്റ്റിനും ടൈറ്റിൽ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ താഴെ കോഴ്സ് കോഡ് എന്നുള്ളത്, അപ്പോൾ MCOMൻ്റെത് MCO1. അപ്പോൾ MCO1ൻ്റെ അടുത്ത് എന്താ കോഴ്സ് കോഡ് MCO1 കൊടുക്കുക. കോഴ്സ് ടൈറ്റിൽ ആ MCO1 ആ സബ്ജക്റ്റിൻ്റെ നെയിം എന്താണോ അത് എഴുതി കൊടുക്കുക. പിന്നെ അസൈൻമെൻറ്റ് നമ്പർ 1 കൊടുക്കുക. സ്റ്റഡി സെൻറ്റർ, നമ്മൾ ഫുൾ നെയിം എഴുതിയാലും കുഴപ്പമില്ല, കോഡ് എഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ സ്റ്റഡി സെൻറ്റർ ഏതാണോ അത് അവിടെ എഴുതി കൊടുത്തോളൂ. പിന്നെ ബ്രാക്കറ്റിൽ സ്റ്റഡി സെൻറ്റർ കോഡ് കൂടി എഴുതി കൊടുക്കാം. പിന്നെ ഫോൺ നമ്പർ, മെയിൽ ഐ ഡി നിർബന്ധമില്ല, പക്ഷേ ഫോൺ നമ്പർ നമ്മൾ എന്തായാലും എഴുതി കൊടുക്കണം. പിന്നെ താഴെ നമ്മൾ എപ്പോഴാണോ ഈ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഡേറ്റും നമ്മളെ സിഗ്നേച്ചറും കൂടി ഇവിടെ ചെയ്ത്, പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി പ്രിൻ്റ് എടുത്ത് അതിൻ്റെ കൂടെ പിന്നെ ആൻസറൊക്കെ എഴുതി ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു അസൈൻമെൻറ്റ് എഴുതുക എന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി. ഓക്കെ, ബൈ.